ഉസ്താദുമാരെ, ഉമ്മാമാരെ, ഉപ്പാമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും കുറിച്ചാണ് ഈ വേദിയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറെ ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ എനിക്ക് ആരാധിക്കുക, ശിർക്ക് ചെയ്യരുത്, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അവരോട് കാണിക്കേണ്ട കാരുണ്യവും സ്നേഹവും പെരുമാറ്റ രീതികളും പലയിടങ്ങളിലായി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇരുലോക വിജയത്തിന് നിദാനമായ മുഴുവൻ കാര്യങ്ങൾ പഠിപ്പിച്ച അതുല്യ ഗുരുവാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം മാതാവിനെ ഓർത്ത് കണ്ണീരൊഴുകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കൾക്ക് അർഹമായ പരിഗണന നൽകാൻ ശക്തമായ ഭാഷയിൽ നിർദ്ദേശിച്ചതായി നമുക്ക് കാണാം. മാതാപിതാക്കൾ സ്വർഗ കവാടങ്ങളാണെന്ന് തിരുദൂതർ നമ്മെ പഠിപ്പിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വെളിച്ചവും തന്നത് മാതാപിതാക്കളായതിനാൽ നാം അവരോട് ആദരവോടെ മാത്രം പെരുമാറാവും. അവരോട് അനുവർത്തിക്കേണ്ട മര്യാദകളും കടപ്പാടുകളും അതിൻ്റെ ശ്രേഷ്ഠതകളും വിശദീകരിക്കുന്ന ഉപദേശങ്ങളും പലയിടങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ട അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോൾ സമയത്തിന് നമസ്കരിക്കലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലുമെന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. ആധുനിക സമൂഹത്തിന് ബാധ്യതാവുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കപ്പെട്ടിരിക്കുന്നു. പ്രായമാകുന്തോറും സ്വാതന്ത്ര്യമേകേണ്ട മക്കൾ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവിടുന്നത് എത്രയോ വേദനാജനകമാണ്. ഇതിക്ക് പുറമെ അവരെ ചീത്ത വിളിക്കുന്നവരും കുറവില്ല. അവർക്കെതിരെ ശാപവാക്കുകൾ ഉയർത്തുന്നവരും സമൂഹത്തിൽ കാണാം. അത്തരാർക്ക് മുൻപിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് എടുത്തു വെച്ച് ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളെ ശപിക്കുന്നത് വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ്. മാതാപിതാക്കളെ എങ്ങനെയാണ് ശപിക്കുക എന്ന് ഒരാൾ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറഞ്ഞാൽ അവൻ തിരിച്ച് ഇവൻ്റെ പിതാവിനെയും ചീത്ത പറയും. അവൻ്റെ ഉമ്മയെ ചീത്ത പറഞ്ഞാൽ അവൻ ഇവൻ്റെ ഉമ്മയെയും ചീത്ത പറയും. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും ഉൾക്കൊള്ളുക. മാതാപിതാക്കൾ വിലമതിക്കാനാവാത്ത സ്വത്തായി നാം കാണുക എന്നുണർത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി സദസ്സിനു മുന്നിൽ വ്യത്യസ്ത പരിപാടിയുമായി 1ബിയിലെ വിദ്യാർത്ഥികൾ, കുട്ടി അധ്യാപികയും വിദ്യാർത്ഥികളും ഇന്ന് ക്ലാസ് നടത്തുന്നത് നമ്മുടെ വേദിയിലാണ്. രസകരമായ ആ അനുഭവം നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നതിനായി ഫസ്മിൻ, നബ്ഹാൻ, ബിലാൽ, ഐസ മറിയം, മാഹിൻ, സഹ്ബാൻ, ആദം അലി, ഹനിയ സയ, അൻആം സറ, ആദില മർജാൻ, ഇഫ്ര ഫാത്തിമ എന്നീ വിദ്യാർത്ഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.